ത്വാമ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, ത്വാമ് എന്ന് പറയുന്നത് ഇവന്റെ ബുദ്ധിക്കും മനസ്സിനും കൊടുക്കുന്ന ഭക്ഷണമാണ്. ആമാശയത്തിന് കൊടുക്കുന്ന ഭക്ഷണമല്ല, വയറ്റിലേക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല ഖുർആൻ. ഖുർആൻ ഒരു ആത്മീയ ഗ്രന്ഥമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഒരു ഗ്രന്ഥത്തെ അത് ഏതൊരു ഭാഷയിലാണോ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചത് ആ ഭാഷ തന്നെ മാറ്റിക്കൊണ്ട് ആ ഖുർആനിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഗ്രന്ഥത്തെ പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ലിസാനുൻ അറബിയും മുബീനിലാണ്. ആ ഭാഷ തന്നെ മാറ്റി വേറൊരു ഭാഷയിൽ ഖുർആനിനെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെ മനസ്സിലാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിസാനുൽ അറബ് എന്ന് പറയുന്ന 28 അക്ഷരങ്ങളുടെ ക്രമമോ അതിന്റെ അർത്ഥമോ അറിയാത്ത ഒരു ജനത അതിനെ വേറൊരു ലാംഗ്വേജിലാണ് വിശദീകരിക്കുന്നത്, വേറൊരു ഭാഷയിലാണ് ആ ഖുർആൻ വിശദീകരിക്കുന്നത്. പിന്നെ ആ ഖുർആനിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം എന്നല്ല, അല്ലെങ്കിൽ സമൂഹം എന്നല്ല. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഇബ്രാഹിം ഉമ്മത്ത്. ഇബ്രാഹിം ഒരു സമൂഹമാണ്. ഇബ്രാഹിം ഒരു സമൂഹമാണ് എന്നുള്ള അർത്ഥം. ഇബ്രാഹിം ഒരു വ്യക്തി എങ്ങനെ ഒരു സമൂഹമാണ്? പിന്നെ അതിനോട് വ്യാഖ്യാനിച്ചിട്ട് ശരിയാക്കലാണ്. അത്രമാത്രം സ്വാധീനമുള്ള ആളായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കലാണ്. ഉമ്മ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിന്റെ സോഴ്സാണ്. അതാണ് ഉമ്മ്. നമുക്ക് വൈജ്ഞാനികമായി ജന്മം നൽകുന്ന നമ്മുടെ ഇതെന്തോ അതാണ് നമ്മുടെ ഉമ്മ. ഈ പ്രപഞ്ചം നമ്മുടെ ഉമ്മാണ്. നമുക്കൊരുപാട് വിജ്ഞാനത്തിന്റെ, നമ്മുടെ ബുദ്ധിയിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്. അതാണ് മറിയം ഉമ്മുൽ കിതാബ് ഉമ്മാണെന്ന് പറയാൻ കാരണം. മറിയമാണ് നമ്മുടെ യഥാർത്ഥ ഉമ്മ. അങ്ങനെ മറിയമിനെ യഥാർത്ഥ ഉമ്മായിട്ട് കണ്ടാൽ അവൻ ഈശത്യം റാളിയ, സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും അവൻ വസിക്കുക. നേരെ മറിച്ച് ഹാവിയ എന്ന് പറയുന്നതിനെ ഉമ്മയായി കണ്ടാൽ അവൻ അജ്ഞതയുടെ നരകത്തിലായിരിക്കും കഴിയുക. അതാണ് ഉമ്മുഹു ഹാവിയ വമാദറാക മാഹിയ നാറുൻ ഹാമിയ എന്ന് പറയുന്നത്. അവന് നാറിലായിരിക്കും കഴിയുക. ഈ വിജ്ഞാനത്തിന്റെ ഉറവിടമായ ആ ഉമ്മിനെ ആര് പൂർത്തീകരിക്കുന്നുവോ അവനാണ് ഉമ്മത്ത്. അതാണ് അവിടെ ആ താ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യാണ്. ഉമ്മ് പ്ലസ് താ ആണ് ഉമ്മത്ത്. ഉമ്മ് പ്ലസ് താ, അപ്പൊ ഉമ്മത്ത്. അത് അവിടെ ആ ഇഹ്ലാഖു ദായിറത്ത്, ആ വൃത്തം അവരെ ക്ലോസ് ചെയ്യാൻ. വിജ്ഞാനത്തിന്റെ ഉറവിടമായ ഉമ്മിൽ നിന്ന് വിജ്ഞാനത്തെ സ്വീകരിച്ച് ഒരു മുഹദ്ദദായ ഒരു വിഷയത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിൽ അതിന്റെ ദായിറത്ത് അവിടെ പൂർണ്ണമാക്കി, അതിന്റെ വൃത്തം അവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞ വ്യക്തി ഏതോ അവനാണ് ഉമ്മത്ത്. ആരുടെ ബുദ്ധിയാണോ, ആരുടെ കൽബാണോ നമ്മൾ അന്വേഷിക്കുന്ന മുഹദ്ദദായ നിർണിതമായ ഒരു വിഷയം, ആ വിഷയത്തിൽ നമ്മുടെ വിജ്ഞാനം നൽകുന്ന നമ്മുടെ ഉറവിടമേതോ ആ ഉറവിടത്തിൽ നിന്ന് നമുക്ക് വിജ്ഞാനം കിട്ടി ആ വൃത്തത്തെ അവിടെ അടച്ചിട്ട് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഉമ്മത്ത്. അത്തരം വ്യക്തികളും അത്തരം മനുഷ്യന്റെ ബുദ്ധിയും ആണ് ഉമ്മത്തായി തീരുന്നത്. അതാണ് ഇബ്രാഹിം ഉമ്മത്താണെന്ന് പറഞ്ഞത്. കാരണം ഇബ്രാഹിം മലക്കൂത്ത് സമാവാത്തി വല്ലർന്ന് കണ്ട ആളാണ്. അന്വേഷണം തന്റെ റബ്ബ് കൗക്കബിൽ നിന്ന് തുടങ്ങി കമറിലൂടെ സഞ്ചരിച്ച് ശംസിലൂടെ സഞ്ചരിച്ച് ഇതൊന്നും റബ്ബല്ലെന്ന് മനസ്സിലാക്കി റബ്ബിന്റെ പൂർണ്ണതയിലേക്ക് മലക്കൂത്ത് സമാവാത്തി വല്ലർന്ന് കണ്ട് അതിൽ നിന്ന് വിജ്ഞാനത്തെ പൂർത്തീകരിച്ച ആളാണ് ഇബ്രാഹിം. അതുകൊണ്ടാണ് ഇബ്രാഹിം ഉമ്മത്താണെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ആ വൃത്തം ക്ലോസ് ചെയ്ത വ്യക്തിയാണ്. കൗക്കബിനെ കണ്ടു, കൗക്കബ് റബ്ബാണെന്ന് പറഞ്ഞു. അത് അസ്തമിച്ചപ്പോ കൗക്കബ് റബ്ബല്ലെന്ന്. പിന്നെ കമറിനെ കണ്ടു, കമർ റബ്ബല്ലെന്ന് പറഞ്ഞു. കാരണം അത് ഒന്നും യഥാർത്ഥ ജ്ഞാനമല്ല, അതിന്റെ അപ്പുറത്തേക്കും അറിവുകൾ പോകുന്നുണ്ട്. പിന്നെ ശംസ് ഹക്കീക്കത്ത് യാഥാർത്ഥ്യങ്ങളുടെ തെളിച്ചം കണ്ടു, അതിനെ റബ്ബായി കണ്ടു. തന്നെ നയിക്കാൻ പറ്റുന്ന ബോധം ഇതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതും പോവുകയാണ്, അതും നിൽക്കണേ. വിജ്ഞാനത്തിന്റെ അറ്റം അവിടെയും നിൽക്കുന്നില്ല. അപ്പൊ അവിടുന്ന് പോയപ്പോ പറഞ്ഞു ഇതും എന്റെ റബ്ബല്ലല്ലോ. പിന്നെയാണ് മലക്കൂത്ത് സമാവാത്തി വല്ലർന്ന് കാണുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥിതിയെ കണ്ട മനുഷ്യൻ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഇതൊന്നുമല്ലല്ലോ, ഇതിന്റെ അപ്പുറത്താണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഇബ്രാഹിം. അതാണ് ഇബ്രാഹിം ഉമ്മത്താണെന്ന് പറയുന്നത്. അതാണ് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ എന്ന് പറയുന്നത്. നിങ്ങളെ ഞാൻ ഉത്തമമായ ഒരു ജനത എന്നല്ല, ഉത്തമമായ വിജ്ഞാനത്തിന്റെ പൂർണ്ണത ലഭിച്ച വ്യക്തികളാക്കി ഞാൻ നിങ്ങളെ മാറ്റിയിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലിതകൂനു ശുഹദാ അലന്നാസി, ലോകത്തിന് നിങ്ങൾ വിറ്റ്നസ് ആകണം. അതിനു വേണ്ടിയിട്ടാകണം.